താൻ ഈ കാര്യത്തിൽ സീരിയസ് ആണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ നമ്മൾ രണ്ടും രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്നത്. സ്നേഹത്തിൻ്റെ കാര്യത്തിലേ എന്നെ തോൽപ്പിക്കാൻ തനിക്ക് പറ്റത്തില്ല. കാരണം ഈ മനസ്സ് നിറച്ച് സ്നേഹമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും നാളായിട്ട് നമ്മുടെ കാര്യം താൻ തൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പറഞ്ഞല്ലോ. എപ്പോ? ഇന്ന് രാവിലെ. ആരോട്? അമ്മയോട്. എന്തിന്? പിന്നെ ഇങ്ങനെ പ്രേമിച്ച് നടന്നാൽ മതിയോ? അടുത്ത സ്റ്റേജിലോട്ട് പോകണ്ടേ? എന്നിട്ട് അവരെന്തോ പറഞ്ഞേ? അമ്മ ഭയങ്കര ദേഷ്യത്തില്ല. അച്ഛന് കുഴപ്പമൊന്നുമില്ല. അമ്മ വേറെ ആരെയോ കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചേക്കുവാ. ഇത് പെട്ടെന്ന് കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര ദേഷ്യം. ജോലിയൊക്കെ മതിയാക്കി അങ്ങ് ചെല്ലാൻ പറഞ്ഞു. ഇനിയുള്ള കാലം അവിടെ നിൽക്കാമെന്ന്. എന്നിട്ടെന്താ, ഞാൻ വാശിപ്പുറത്ത് നിന്നു. പിന്നെ അവസാനം അമ്മ പറഞ്ഞു ആകാശിനെ നേരിട്ട് വന്ന് കാണണം, വീട്ടിലോട്ടൊക്കെ വരണമെന്ന്. പിന്നെ വീടും പരിസരമൊക്കെ കാണണ്ടേ? കല്യാണം ആലോചിക്കണ്ടേ? സമയമുണ്ടല്ലോ. എന്തായാലും അവര് ഗൾഫിൽ നിന്ന് ലീവൊക്കെ കിട്ടി വരാൻ സമയം എടുക്കുമല്ലോ. അവര് നാട്ടിലുണ്ട്. നാളെ വീട്ടിലോട്ട് വരും. നാളെയോ? നാളെ ആര് വരുമെന്നാടാ പറഞ്ഞത്? അമ്മ. ചത്തുപോയതിന്റെ തള്ള കുഴിയിൽ നിന്നിച്ച് വരുമോ നാളെ? കുഴി കിടക്കുന്ന ആ തള്ളയുടെ കാര്യമല്ല പറഞ്ഞത്, ഇതെന്റെ അമ്മയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഏതമ്മയാ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ നടന്നാ മതിയോ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടായോ? ഈ 86-ാമത്തെ വയസ്സിൽ ഞാൻ കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ എങ്ങനെയാടാ ചെറുക്ക? ഓ, നിങ്ങൾ കെട്ടുന്ന കാര്യമാണോ ഉടനെ ഞങ്ങൾ ചിന്തിച്ചത്? ഇത് എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നീ കെട്ടാൻ പോവാന്നോ? അതിനുള്ള പ്രായം നിനക്കായോ? ഇത് കണ്ടിട്ട് തോന്നുന്നില്ല ഇതൊരു പ്രായമല്ലയോ ഇത്? ഇല്ല, നീ കൊച്ചി ചെറുക്കനല്ലയോടാ. എന്റെ പൊന്നു ദൈവമേ, നാളെ ഞാൻ ഇനി എന്തോ കൊടുക്കുമെന്നു. എന്തുവാടാ നീ ഇരുന്ന് പിറുപിറുക്കുന്നേ? എങ്ങനെ ഞാൻ പിറുപിറുക്കായിരിക്കും? ആവുന്ന കാലത്ത് എന്തുവായി ഉണ്ടാക്കി വെച്ചേക്കുന്നത്? പണക്കാർക്ക് കയറി വരാൻ പറ്റിയൊരു സൗദം കണ്ടില്ലേ എന്റെ പൊന്നു ദൈവമേ. നാളെ വരുമ്പോ കഴിക്കാൻ വല്ലതും കൊടുക്കാനുണ്ടോ? അവര് വരുമ്പം പഴങ്കഞ്ഞി കൊടുക്കാം മിനിഞ്ഞാന്നത്തെ. അല്ലാതെ ഇപ്പൊ എന്തുവാ കൊടുക്കുന്ന നമ്മള്? അവര് കോടീശ്വരരാ അമ്മുമ്മേ. പണക്കാരാന്നും പറഞ്ഞ് 150 രൂപ കൊടുത്തിട്ട് പഴങ്കഞ്ഞി കടയിൽ പോയി കുടിക്കുമല്ലോ. അത് എന്താ അവർക്ക് കുടിച്ചാലെന്താ? ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ടാണോ അവർക്ക് കഴിക്കാനും ബുദ്ധിമുട്ട് വരുന്നത്? എന്റെ ദൈവമേ, ഈ പൂതനയുടെ അടുത്തോട്ട് വേണമല്ലോ ഞാൻ അവരെ കൊണ്ടുവരാന്. എന്തുവാടാ പറഞ്ഞേ? ഓ, ഇവിടൊക്കെ കിടക്കുന്ന നോക്ക്, ചക്കയും പുഴുത്ത് പാശം ഫ്രൂട്ടും തൊണ്ടും ചേനയും ചകിരിയൊക്കെ കിടക്കുന്നു. ഇതൊക്കെ ഒന്ന് തൂത്തുവാരി ഇട്ടൂടെ അമ്മുമ്മേ? ഈ വടിയും കുത്തി നടക്കുന്ന ഞാൻ എങ്ങനെയാടാ ഇവിടെ ഒക്കെ വീറും വൃത്തിയാക്കി ഇടുന്നത്? എന്നെ കൊണ്ട് ഇതൊന്നും ഒക്കത്തില്ല ഇനി ഈ കാലത്ത്. താണ്ടേ ഈ വടിയുടെ അറ്റത്ത് ചൂല് വെച്ച് കെട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സുണ്ടെങ്കിൽ ഇതൊക്കെ വൃത്തിയാക്കി ഇടാവുന്നതേ ഉള്ളൂ. നീ പോടെ ചേർക്കാൻ എണിച്ചാൽ ഞാൻ ഇനിയിപ്പം ചൂലും വെച്ച് കെട്ടി തൂത്തുവിടൊക്കെ വൃത്തിയാക്കി ഇടാൻ പോവുക എല്ലാവർക്കും കാണാന്. അങ്ങനൊന്നും വേണ്ട. ഇപ്പൊ ഒരു സൗദം പണിഞ്ഞ് വെച്ചേക്കുന്ന എന്റെ തമ്പുരാനെ. അമ്മേ, അതെ, പുതിയ ആർക്കിടെക്ചർ ട്രഡീഷണൽ രീതി പണിഞ്ഞു വെച്ചേക്കുക നമ്മളത് മൊത്തം. അവൻ വെറുതെ പറയുന്നതാ. ഇത് ഇടിഞ്ഞതാണതാ. ഇത് വയലിൽ വെച്ച വീടാ. 150 വർഷത്തെ പഴക്കമുള്ള വീടാ ഇത്. അല്ല, ഇതിന്റെ പേരെന്തുവാ? ഇതിന്റെ പേരാണോ കമലാക്ഷി? ഞാൻ കമലാക്ഷിയുടെ പേരല്ല ചോദിച്ചേ, ഈ വീടിന്റെ പേരെന്തുവാന്നാ ചോദിച്ചേ. പുതുപുത്തൻ കിഴക്കേതിൽ. പുതുപുത്തൻ എത്ര വർഷം മുമ്പാ? പറഞ്ഞല്ലോ 150 വർഷം. ഓ അമ്മ, ഈ 150 വർഷം പഴക്കമെന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയ പണക്കാരുടെ വീടായത്. നമുക്കവിടെ ഒരു വൈക്കോൽ കൂന ഉണ്ടായിരുന്നു. സൂര്യകാലം വന്നപ്പോൾ കത്തിപ്പോയി. 7-10 പശു ഉണ്ടായിരുന്നു. അതുകൊണ്ട് എരുത്തിലാണ് ഇവിടെ നിന്നത്, കാറ്റത്തങ്ങ് പറന്നു പോയത്. അപ്പോൾ അത്രയും വലിയ പണക്കാരുടെ ഒരു വീടായിരുന്നു ഇത് നമ്മുടെ. അല്ല, ഈ വീടിനകത്ത് തന്നെയാണോ ഈ ചാണകക്കുഴി കുത്തിയിരിക്കുന്നേ? അല്ല, ഇപ്പൊ അങ്ങോട്ട് കയറി പോയി വല്ലാത്ത വാടാ. അത് നമ്മുടെ പഞ്ചായത്തിന്റെ ഓട എല്ലാ ഞായറാഴ്ച തുറന്നു വിടും അമ്മേ. അത് അടയ്ക്കാനുള്ളത് ഞാൻ പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ക്ലിയർ ചെയ്തത്. അതിൻ്റെ താറ്റവാ. വേറൊന്നും അല്ലാതെ അവൻ്റെ മുറിയാ. അതിനകത്ത് തുണിയെല്ലാം കൂടെ കൂട്ടിയിട്ടേക്കുന്നതിൻ്റെ സ്മെല്ലാ. അവൻ കുളിക്കത്തുമില്ല നനയ്ക്കത്തുമില്ല, വാരി കൂട്ടിയിട്ടേക്കത്തേ ഉള്ളൂ. അതിൻ്റെ ഈ വാട വരുന്നത്. ഈ വൈക്കോൽക്കൂനിക്കൊക്കെ തീ പിടിച്ച് പശുവൊക്കെ ഓടിപ്പോയ സമയത്ത് അമ്മമ്മയ്ക്ക് തലച്ചോറിനെ ചെറിയൊരു ബ്രേക്ക് ഡൗൺ ആയതാ. അല്ല, ബ്രേക്ക് ഡൗൺ ആയ വീട്ടിലോട്ട് ഞാൻ എങ്ങനെ എൻ്റെ കുഞ്ഞിനെ പറഞ്ഞു വിടും? പൊന്നേ പൊടിയെന്ന് പറഞ്ഞ് തങ്കക്കൂടം പോലെ ഞാൻ നോക്കുമേ. അല്ല, കുടത്തി വെച്ച് നോക്കാൻ എൻ്റെ മോള് പൂതമൊന്നുമല്ല. നോക്കാൻ മിടുക്കനാ. ഇവിടൊക്കെ ഉള്ള പെമ്പിള്ളാരുടെ വായി നോക്കി നടക്കാൻ ബഹും മിടുക്കനാ എൻ്റെ കൊച്ചുമോനെ. അമ്മേ, ഇത് കഴിച്ചിട്ട് ഇങ്ങ് പോവാൻ നമുക്ക്. എന്തുവാ കഴിക്കാനാ? അമ്മമ്മേ, എന്തുവാ കഴിക്കാൻ അവർക്ക് വെച്ചേക്കുന്നേ? ഇവിടെ പൂത്ത് കിടന്ന ചേനയും കാച്ചിലും എല്ലാം കൂടെ പുഴുങ്ങി അവിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിക്കാം. പിന്നെ വേണമെങ്കിൽ 2 പാഷൻ ഫ്രൂട്ടോ പേരയ്ക്കായും ഒക്കെ കിടക്കുന്ന വേണമെങ്കിൽ അതും കൂടെ പറിച്ചു കൊടുത്ത് നിങ്ങൾ വേണ്ടുന്നവരൊക്കെ കഴിക്കുന്നു. അതേ ഉള്ളൂ. എന്നെയും കൊണ്ട് അതൊക്കെ ചെയ്യാനൊക്കത്തുള്ളൂ. ഞാനെന്തോ ചെന്നൈയിൽ നിന്ന് വന്ന ജേഴ്സി പശു വന്നു. അമ്മേ, ഈ ഡേറ്റിന്റെ കാര്യം എങ്ങനെയാ അമ്മേ?
ഡേറ്റൊക്കെ എടുക്കാം, ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് പറയാം. എന്താ ഞാൻ പറഞ്ഞല്ലായിരുന്നോ തള്ളേ നിങ്ങളോട് മിണ്ടരുതെന്ന്? നിങ്ങൾ എന്തോത്തിന് ഈ അണ്ണാക്ക് തുറന്നേ? അവരെന്തോടെ ഒന്നും കഴിക്കാതെ അങ്ങ് പോയത്? അവർക്ക് ഇവിടെ ഒന്നും ഇഷ്ടപ്പെട്ടില്ലയോ? ഈ അവിച്ചതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് അവിച്ച് വെച്ചതൊക്കെ ഞാൻ തന്നെ തിന്നണോ? വേണമെങ്കിൽ ഒന്ന് തിന്നേച്ച് പോകാൻ പറയാം. ചേമ്പ് തന്നെ ഇരുന്നങ്ങ് മിണുങ്ങ്, അങ്ങനെങ്കിലും മിണ്ടായിരിക്കുമല്ലോ. മമ്മി എന്നോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എന്തായാലും ഈ ബന്ധം നടക്കത്തില്ല. അതെന്താ? അമ്മ ഈസ് നോട്ട് ഓക്കെ. അമ്മയ്ക്ക് എന്താ പറ്റി? അമ്മയ്ക്കൊന്നും പറ്റിയില്ല. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ആകാശിൻ്റെ ഫാമിലിയും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെന്താ? കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം. ലെറ്റ്സ് ബ്രേക്കപ്പ്. ബ്രേക്കപ്പോ? ഇത്ര പെട്ടെന്നോ? അത് മാത്രമല്ല, അടുത്ത ആഴ്ച എൻ്റെ എൻഗേജ്മെൻറ്റാ. ഓഹോ, ആരാ? ഏതവനാ നിന്നെ കെട്ടാൻ വരുന്നത്? നേരത്തെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരുന്നതാ. എൻ്റെ ഇൻട്രസ്റ്റ് ഇല്ലായ്മ കൊണ്ട് മാറ്റി വെച്ചതാ. ഇപ്പം മമ്മി പറയുന്നത് എത്രയും പെട്ടെന്ന് നടത്തണം, തടസ്സങ്ങളൊന്നും പാടില്ലെന്ന്. അതുകൊണ്ട് ഞാനും അങ്ങ് സമ്മതിച്ചു. പല്ലു ഒന്നുകൂടെ ആലോചിച്ചിട്ട്. ഇഫ് അമ്മ ഈസ് ഓക്കെ, ഐ എം ഓക്കെ. ഇഫ് അമ്മ ഈസ് നോട്ട് ഓക്കെ, ഐ എം നോട്ട് അറ്റ് ഓൾ ഓക്കെ. ഓക്കെ, സോ ബ്രേക്കപ്പ്. ഓക്കെ, പക്ഷെ നമ്മൾ വീഡിയോ കോളിലൂടെ. ദാറ്റ്സ് ഓവർ. ദാറ്റ് ചാപ്റ്റർ ഈസ് ക്ലോസ്. I am not closed this chapter. I am not closed this chapter. പല്ലു ഒന്ന് ഫോൺ എടുക്കടാ. പല്ലു പ്ലീസ് അറ്റൻഡ് മൈ ഫോൺ. ആഴം കൂടുതൽ. ഇതാരാടാ കുറേ നേരം കൊണ്ട് വിളിച്ചോണ്ടിരിക്കുന്നത്? പല്ലുവിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുണ്ടടാ. നീ ഇങ്ങനെ കിടന്ന് ചറപറാന്ന് വിളിച്ചോണ്ടിരുന്ന ആ പെണ്ണ് ശല്യമാവത്തേ ഉള്ളൂ. നീ എന്തിനാ എപ്പോഴും കിടന്ന് നീ വിളിക്കുന്നത്? അപ്പം മനസ്സെങ്ങാനും മാറിയാലോ, ചിലപ്പോൾ ഒരു ചാൻസ് കൂടെ കിട്ടില്ല. മനസ്സ് മാറി? മനസ്സ് മാറാനെങ്കിൽ പണ്ടേ മാറിയാനെ. ഇത് അവക്ക് നിന്നെ വേണ്ടാ, നിന്നെ അവോയ്ഡ് ചെയ്യുക അവള്. എന്നാലും ചിലപ്പോൾ മാറിയാലോ. ഇന്ന് അവിടെ നിശ്ചയെന്ന് നീ തന്നെയല്ലേ പറഞ്ഞേ? നീ കരഞ്ഞ് കാല് പിടിച്ചിട്ട് മനസ്സ് മാറിയില്ല. ഇനി ആ പുതിയ ചെറുക്കനെ കാണുമ്പോൾ മനസ്സ് മറന്നത് നാണമില്ലടാ. നീ ഒന്ന് ആലോചിക്ക്. നീ പിന്നെ എന്തോ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നേ? പല്ലു എനിക്ക് മെസ്സേജ് അയച്ചേക്കുന്നളിയാ. എന്തുവാ? അവിടെ എൻഗേജ്മെന്റ് മുടങ്ങിയെന്ന്. മുടങ്ങിയോ? ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. നിൽക്കി, നീ ഇപ്പോൾ വിളിച്ചിട്ട് അവളോട് എന്തുവാ പറയാൻ പോകുന്നത്? അല്ല, എൻഗേജ്മെന്റ് എന്തായാലും മുടങ്ങിയതല്ലേ, ചിലപ്പോൾ എനിക്ക് ഒരു ചാൻസ് കിട്ടിയാലോ. ആ, ഇതിപ്പോൾ ഒരു ചാൻസാണ്. ഇപ്പം അവൾ നിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയ പോലെ ഇനി പോകാൻ പാടില്ല. അതായത് ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ? 10-28 വയസ്സായില്ലോ നിനക്ക്. ഇനി ആ പെണ്ണ് നിൻ്റെ അടുത്തൊന്നും പോകാൻ പാടില്ല. അതുപോലെ ആക്കിയെടുക്കണം നീ. അപ്പം നീ ഒരു കാര്യം ചെയ്യും, അവളെ വിളിച്ചിട്ട് ഒരു 3-4 ദിവസം അവളുടെ വീട്ടിൽ വന്ന് നിന്നോട്ടെ ഞാൻ ചോദിക്കും. പല്ലു, എടാ എത്ര ദിവസം കൊണ്ട് ഞാൻ നിന്നെ വിളിക്കുമോ, നീ എന്താടാ ഫോൺ എടുക്കാൻ? എടാ ഞാൻ എത്ര ദിവസമായി ഉറങ്ങിയിട്ടെന്നറിയോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാനൊരു 3-4 ദിവസം നിൻ്റെ വീട്ടിൽ വന്ന് നിന്നോട്ടെ? എൻഗേജ്മെൻ്റ് ഒക്കെ മുടങ്ങിയിരിക്കുമല്ലേ, നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യാം. നിൻ്റെ അച്ഛനെയും അമ്മയൊക്കെ ഒന്ന് കാണാമല്ലോ എനിക്ക്. പ്ലീസടാ, ഞാൻ വന്നോട്ടെടാ. നീ കാണാൻ കൊതിയായോണ്ടല്ലേ. അമ്മേ, അതാമ്മേ, എടാ ഇതാണ് ചാൻസ്. എടാ 3-4 ദിവസം ആക്കണ്ട, ഒരു 10-15 ദിവസമൊക്കെ പോയി നിൽക്കി നീ. പക്ഷെ കാര്യം സാധിക്കണം. അവിടെ അപ്പനെ അമ്മയെ അടക്കം നിൻ്റെ കൈ വെള്ളക്കൊണ്ട് നടക്കണം കേട്ടാ. ആ അമ്മമ്മ, ഞാൻ പോവാ. എവിടെ പോവാടാ കൊച്ചേർക്ക? എൻ്റെ ജീവിതമേ തിരിച്ചു പിടിക്കാൻ വേണ്ടി പോവാ ഞാൻ. എങ്ങോട്ടാ പോന്നേ? സ്വർഗത്തിലോട്ട്. നോക്കിക്കോ, ഈ പോന്ന പോലെ ആയിരിക്കത്തില്ല ഞാൻ തിരിച്ചു വരുന്നത്. ഇനി ശവമായിട്ടാണോ തിരിച്ചു വരുന്നേ? ഓ എൻ്റെ പൊന്നു സ്ത്രീയെ, നിങ്ങളുടെ ബാ ഞാൻ അടച്ചു വെക്ക്. ആവുന്ന കാലത്ത് വീടും വെച്ചില്ല വടിയും കുത്തിപ്പിടിച്ചോണ്ടിരിക്കുക. കോടീശ്വരനായിട്ടാണ് വരാൻ പോകുന്നത്. കോടീശ്വരൻ. ഇവിടെ ഒത്തിരി രാത്രി അടിച്ചതല്ലയോ? ഇനി ജീവിതം എന്തുവാന്ന് പഠിച്ചേച്ച് വരട്ടെ, എങ്കിലേ എൻ്റെ കൊച്ചുമ്മ മനസ്സിലാക്കത്തുള്ളൂ ജീവിതം എന്തുവാന്നും മനുഷ്യരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളതൊക്കെ.
ഐ ലവ് യു. ലവ് യു ടു. അമ്മേ അച്ഛാ, ഇതാരാ വന്നേക്കുന്നത് നോക്കിയേ. കളമുളരാണ് കളിയത് തുടരാണ് കളകളമാരവം ഉയരുന്നുണ്ട് ചേലാളി കൂടുമ്പോളി കുടുംബം സൊറ പറയാണ് മനമത് നിറയാണ് മതിലുകളുടെയാണ് ഉത്സവമാണ് പാരാകെ ഉയരണമെന്നും സ്നേഹം ആലോലം പാടാനായി എല്ലാരും ചേരുന്നേ അകലങ്ങൾ മായുന്നീ നേരം ആനന്ദത്തേരോട്ടം ആശിച്ചോരാഘോഷം ആരാരും പാടിപ്പോകും താളം ദിം തനക്ക് ദാദിം തനക്ക് ദാദിം തനക്ക് ദാദാനേ ദാനേ ദിം തനക്ക് ദാദിം തനക്ക് ദാദാനേ ദിം തനക്ക് ദാദിം തനക്ക് ദാദിം തനക്ക് ദാദാനേ ദാനേ ദിം തനക്ക് ദാദിം തനക്ക് ദാദാനേ. അല്ല, വരാൻ പറഞ്ഞായിരുന്നു. ഓ, വരാൻ പറഞ്ഞപ്പോഴത്തേന് ഉടനെ ഇങ്ങ് എഴുന്നള്ളി. അവളെന്തമ്മേ? വന്ന് കയറിയില്ല, ഉടനെ അവളെ കണ്ടേ പറ്റത്തുള്ളു. ആ, കയറി വാ. എന്തോ നോക്കി നിൽക്കുന്നേ, ഇരിക്കേ. എപ്പോഴിറങ്ങിയടേ? ഞാൻ രാവിലെ ഇറങ്ങിയമ്മേ. ചേട്ടാ. Yes, dear. Who is this waste fellow? ഇതാ ഞാൻ പറഞ്ഞില്ല, ചെറുക്കന്. നമ്മുടെ മോഡയോ? അതെ അതെ. Welcome, gentleman. Look, he is very good looking man. എനിക്കിഷ്ടപ്പെട്ടില്ല. എനിക്ക് അവരുടെ വീടും പരിസരവും ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആകെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ അമ്മൂമ്മയെ മാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു. ഒരാളെ ഇഷ്ടപ്പെടുന്നത് അയാളുടെ വീടും പരിസരം കണ്ടാണോ? സ്വഭാവം അതറിയാൻ വേണ്ടിയാണല്ലോ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത്. ഇവിടെ നടന്ന കാര്യമൊക്കെ മോള് പറഞ്ഞാണോല്ലോ. ഞാൻ അറിഞ്ഞിട്ടാടി, അതാ ഞാൻ പിന്നെ പെട്ടെന്ന് ഓടി പോന്നെ. എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? വേണമെങ്കിൽ 7-8 ദിവസം നിൽക്കാം. വെരി നൈസ്. ഞങ്ങൾ എന്തായാലും 2 ആഴ്ച കാണുമല്ലേ? 2 ആഴ്ച കാണും. അവളും കൂടെ വരുന്നുണ്ടോ? ഇല്ല, അവക്കെ ചെന്നൈയിലോട്ട് സ്ഥലമാറ്റം കിട്ടി. അപ്പോൾ അവിടെ ഇറക്കി വിട്ടിട്ട് ഞങ്ങളങ്ങ് ഗൾഫിന് പോകും. അവളെത്തി? അതെന്തോ അവളെ കാണാൻ നിങ്ങൾക്കങ്ങ് അത്രക്കങ്ങ് ധൃതിയാന്നോ? എങ്ങല്ലേ പ്രായം? ഡോട്ടർ കം ഹിയർ. മോളൂ. ഡാഡി. വെരി നൈസ് ഗേൾ. ആരാ വന്നേ നോക്കൂ. ആർ യു എക്സൈറ്റഡ്? മോളെ, അവനെ മോളി റൂമിൽ കൊണ്ട് താമസിപ്പിക്ക്. അവിടെ അവൻ്റെ ഷെൽട്ടർ. ഡാഡി, കീ. വാട്ട്? കീ. ഓ മൈ ഗോഡ്. മോനെ, മുകളിലത്തെ 3 റൂമിൻ്റെ താക്കോൽ ഇവിടെ ഇല്ല. ഇവളുടെ ബ്രദർ ഇന്തോനേഷ്യ കൊണ്ടുപോയി. ബ്ലഡി ഫെല്ലോ. കൊച്ചിനെ ഇവിടെ കിടത്തി ഉറക്കും. ഇവിടെ മടി കിടത്തി ഉറക്കാം. വെരി നൈസ്. അല്ല, അതിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആരും. ഒരു പുതപ്പ് തന്നാൽ ഞാൻ ഈ മെത്തേ കിടന്നോളാം. ആ, അതാ നല്ലത്. അവനെ സോഫായിലാവുമ്പോൾ ചുരുട്ടി കൂടി അവിടെ കിടന്നോളൂ. ചെറുതായി പ്രതീക്ഷിച്ചു. കുഴപ്പമില്ല, ഇവിടെ കിടന്നുറങ്ങിക്കോ. കുടിക്കാൻ എന്താ വേണ്ടുന്നത്? ഫോർ ഡ്രിങ്കിങ് ഏതായാലും മതി. ടീ ഓർ കോഫി? കോഫി മതി വെച്ചാ. ഞങ്ങൾക്ക് ഇവിടെ കാപ്പി ഇഷ്ടമല്ല. ഞങ്ങൾ 3 പേരും കുടിക്കത്തില്ല. ഞങ്ങൾക്ക് കാപ്പി കുടിച്ചാൽ ഛർദ്ദിക്കും. എന്നാൽ പിന്നെ ചായ എടുക്കുക. അത് നിനക്ക് കാപ്പി ഇഷ്ടമുള്ളപ്പോൾ ഞങ്ങൾ അങ്ങനെ ചായ കുടിക്കുന്നേ? ഞങ്ങൾക്ക് ആർക്കും കാപ്പി ഉണ്ടാക്കാൻ ഇഷ്ടമല്ല. മോൻ ഉണ്ടാക്കാൻ അറിയാമോ? ആ, എനിക്കറിയാം. ആ, എന്നാൽ പിന്നെ മോൻ തന്നെ ട്രൈ ചെയ്യൂ. നിങ്ങൾ എന്തോ ഈ പറയുന്നേ? വരുന്നവനെ വീട്ടിൽ കയറ്റിയിട്ടാണോ കാപ്പി ഉണ്ടാക്കി കുടിക്കുന്നേ? ഇതെന്തൊരു ഭർത്താവനാ? വന്നത് അന്യനല്ലല്ലോ, ഈ വീട്ടിൽ ചേർന്ന ആളല്ലേ. ഇവിടെ ഒന്ന് വീടും പരിസരമൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ, എന്നാലല്ലേ ആളുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റൂ. മോൻ തന്നെ ഉണ്ടാക്കിയോ. മോനെ. ആ ഡാഡി. കാപ്പി എടുക്കുവാണെങ്കിൽ എല്ലാവർക്കും ചേർത്തെടുത്തു. ഒന്ന് കുടിച്ചു നോക്കാമല്ലോ.
ഒരിഞ്ഞൊരു തലയാണ്. ആ ഇതിപ്പോൾ ഒരു ചാൻസാണ്. ഇപ്പം അവൾ നിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയ പോലെ ഇനി ആ പെണ്ണ് നിൻ്റെ അടുത്ത് നിന്ന് പോകാൻ പാടില്ല. അതുപോലെ ആക്കിയെടുക്കണം നീ. ഞാൻ വന്നപ്പോൾ അവൾ എന്നോടൊന്നും മിണ്ടിയില്ലല്ലോ. ചിലപ്പോൾ അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ടായിരിക്കും. എല്ലാവരും ഉറങ്ങി. അവൾക്ക് എന്നോട് താല്പര്യം ഇല്ലയോ? അല്ല, അവളെ വിളിച്ചിട്ടല്ലയോ ഞാൻ വന്നേ. പിന്നെന്തോ ചിലപ്പോൾ ഉറങ്ങാതെ റൂമിൽ കാത്തിരിക്കുമായിരിക്കും. What are you doing, son? കാപ്പി വല്ലതും വേണമെന്ന് ചോദിക്കാൻ വന്നേ. ഈ രാത്രിയിലോ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അച്ഛാ. വാവ്, നൈസ്. എനിക്ക് ഉറക്കം വരുന്നില്ല. മോൻ നേരത്തെ ഇട്ട കോഫി നല്ലതായിരുന്നു. അതുപോലെ ഒരു കോഫി കിട്ടുമോ ഈ രാത്രിയിലോ? യെസ്, നമുക്ക് ഉറക്കമില്ലല്ലോ, വെറുതെ സംസാരിച്ചിരിക്കാം. യെസ്, ഞാൻ എല്ലാവരെയും വിളിക്കാം. ഋതുലേശ്വരി, മോളെ പല്ലവി, കോഫി കുടിക്കാൻ വരൂ, എല്ലാവരും വരൂ. ഈ മുടിഞ്ഞവന് എന്തോത്തിന്റെ കേടാ. രാത്രി ഇങ്ങാർക്ക് ഉറക്കമൊന്നും ഇല്ലയോ? ഇതിനു വേണ്ടി പാലി പട്ടി എവിടെ മേടിച്ച് വെച്ചേക്കുന്നു? യോ, ഇതാരാ ഇരിക്കുന്നേ? ആറാം തമ്പുരനിലെ ജഗന്നാഥനോ? ഓ, മുണ്ടുമൊക്കെ ഉടുത്ത് എന്തോ ഒരു ടിപ് ടോപ്പാ കാണാനേ. ചായ. നീ പിന്നെ ചായ കുടിക്കത്തില്ലെന്ന് പറഞ്ഞ്? കാപ്പി ആയാലും മതി അമ്മേ. കാപ്പിയാണോ? എന്നാ എല്ലാവർക്കും കിടന്നിട്ട് ഞാൻ കാപ്പി കൂടി നിർത്തി. അതെ, ഇങ്ങനെ ഇരുന്നാലേ കുണ്ടീന്ന് വേറെ താഴോട്ട് ഇറങ്ങും. നീ വെളിയിലോട്ടൊന്ന് ഇറങ്ങ്, സൂര്യപ്രകാശം ഒക്കെ ഒന്ന് കാണ്. അച്ഛൻ നാടെ പറമ്പിൽ പോയി. ആ പറമ്പിൽ ചെന്നൊക്കെ കാണിയെടുക്കി, ആ കൃഷികളൊക്കെ ഒന്ന് കാണിയൊക്കെ ചെയ്ഞ്ഞോട്ടൊന്ന് ഇറക്ക. ഒരു ജഗന്നാഥൻ വന്നിരിക്കുന്നു. സത്യം പറയാൻ ഈ സാധനത്തിന് എനിക്ക് കാണുന്നതേ ഇഷ്ടമല്ല. അന്നേരം ആ മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് ഇയാള് വന്നിരിക്കുക. പോ. പപ്പ. യെസ് മൈ ഡിയർ സൺ. പപ്പ, മമ്മി പറഞ്ഞ് പപ്പയെ വന്ന് കാണാൻ. യെസ്, നൈസ് ലുക്കിംഗ് ബോയ്. നോക്കൂ, ഇതെല്ലാം ഞാൻ നട്ടതാണ്. എങ്ങനെയുണ്ട്? ഓ, കൊള്ളാം പപ്പ. ഇത്രയും ഔഷധ സസ്യങ്ങളൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു പപ്പ? നൈസ് ക്യാച്ച്. ഇതെല്ലാം വർഷാവർഷം പണിക്കാരെ വിളിച്ച് വൃത്തിയാക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു പണിക്കാരനെ പോലും കിട്ടാല്ല. ബ്ലഡി ഫൂൾസ്. എല്ലാം കരിയിൽ കയറി കിടക്കുക. ഒന്ന് വൃത്തിയാക്കണം. എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് ഞാൻ. പപ്പ, വെളിയിൽ നിന്ന് ആരെയും വിളിക്കണ്ട. നമുക്ക് തന്നെ വൃത്തിയാക്കാനുള്ളതല്ലേ ഉള്ളൂ. വാവ്, ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഞാൻ പോയി തൂമ്പ് എടുത്തുകൊണ്ടിരാം. ഓക്കെ. ആകാശ്, എന്തിവിടെ വന്നിരിക്കുന്നേ? അച്ഛൻ തൂമ്പ എടുക്കാൻ വേണ്ടിയിട്ട്. എടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ടേ തന്നെ ഇത്ര അടുത്ത് കിട്ടുന്നത് ഇപ്പോഴാണ്. തന്നെ അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം വല്ലതും ഉണ്ടോ? ഒരുമാതിരി ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അമ്മ സംസാരിക്കുന്നു. ഇറങ്ങിപ്പോ, വെളിയിൽ പോകുന്നതൊക്കെ പറഞ്ഞിട്ട് താൻ പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നേ. പിന്നെ ദേഷ്യമില്ലേ? ഞാൻ പറഞ്ഞല്ലേ അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന്. അത് മാത്രമല്ല, അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ബന്ധം അച്ഛനും ഇഷ്ടമല്ല. അമ്മയ്ക്കും അച്ഛനും ഇഷ്ടപ്പെടാൻ ഞാൻ എന്തോ ചെയ്യണ്ടേ? ആകാശ്, ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അച്ഛനും അമ്മയും പറയുന്ന എല്ലാം അങ്ങ് അനുസരിച്ചാൽ മതി. എനിക്ക് അവരുടെ മുന്നിൽ വെച്ച് അധികം ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ. അമ്മ എന്ത് പറഞ്ഞാലും മിണ്ടാതെന്നങ്ങ് കേൾക്കുക. അമ്മയ്ക്ക് അച്ഛനെ എന്താ ഇഷ്ടമെന്നറിയാവോ? അമ്മ എന്ത് പറഞ്ഞാലും അച്ഛൻ കേൾക്കും. അതുപോലൊരു ഭർത്താവ് മോക്കുണ്ടാവണമെന്ന് അമ്മയുടെ ആഗ്രഹം. അത് പറയാനാണ് ഞാൻ ഓടി വന്നത്. അങ്ങനെയാണ് ഏതറ്റം വരെ ഞാൻ പോകും. തൽക്കാലം ആ അറ്റം വരെ പോകണ്ട. ഹലോ മൈ ഡിയർ സൺ. ഇതാ തുടങ്ങിക്കോളൂ. ഞാൻ ഒറ്റയ്ക്കോ? യാ, ഇതെല്ലാം തൂത്തുകൂട്ടി കത്തിക്കണം. ആ 3 മരവും വെട്ടണം. യെസ്, കം ഓൺ. സൂപ്പർമാൻ. ഇവിടെ 5-6 മാസം കൊണ്ട് അടച്ചിട്ടിരുന്ന വീടാ.
നല്ല ഭംഗിയായിട്ട് തേച്ച് കഴുകട അങ്ങോട്ട്. നിന്നെ അവിടെ നിന്ന് ഇരുത്തിയിട്ട് നല്ലപോലെ ഒരച്ചങ്ങോട്ടൊന്ന് കഴുക. എന്നിട്ട് വേണം എനിക്ക് അങ്ങോട്ടൊന്ന് കയറാന്. അല്ലെങ്കിൽ നീ ഇങ്ങോട്ടൊന്ന് ഇറങ്ങ. കുമ്മ, നീ 1 മണിക്കൂർ ആയില്ലോടാ അതിന്റെ മണ്ടക്ക് കയറിയിട്ട് തൂക്കാന്. ഈ പൊടിയെല്ലാം ചൊവ്വനെ തൂത്തിങ്ങോട്ട് ഇടാ. എനിക്ക് ഒന്നാമത്തെ കാര്യം അലർജി ഉണ്ട്. ഇത് എന്തുവായത്? എന്നിട്ട് അരി കഴുകി അടുപ്പയിലിടാ. നേരെ ഉച്ചയായി, എനിക്ക് വിശക്കുന്ന ഒരു വകയായിട്ടില്ല. വാ. എന്തു പറ്റി ഉറങ്ങുന്നേ? ഇന്നലെ രാത്രിയിലൊന്നും ഉറങ്ങിയില്ലല്ലോ. എന്തു പറ്റി? രാത്രി പന്നി വരുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കൊണ്ടുവന്ന് തോട്ടത്തിൽ കാവലിരുത്തി. ആ ശരി, ഇവിടെ പന്നിശല്യം ഉണ്ടായിരുന്നു. ചെറുതല്ല, ഒരുപാടുണ്ട്. പോട്ടെ സാരല്ല. അമ്പലത്തിൽ വരാമാവോ? പിന്നെ ആവാതെ എല്ലാം നിനക്ക് വേണ്ടിയിട്ടല്ലേ. അത് വേണ്ട, അമ്പലത്തിൽ പോയല്ലേ. ഇതെന്തോ വല്ലാതെ നടക്കുന്നേ? വല്ലാതെ നടക്കുന്നേ എന്താ? പന്നിയെ ഓടിച്ചത് ആ പാത്തിക്കകത്ത് കാല് കുരുങ്ങി, നടുവിന് ഭയങ്കര വേദന. അപ്പൊ ഇത്രയേ ഉള്ളൂ ആരോഗ്യം? ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല, ആരോഗ്യം ഓക്കെയാണ്. പക്ഷെ നടക്കുമ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ട്. വാ, നമ്മൾ എത്ര മണിയാകുമ്പോഴത്തേക്ക് വരും അമ്പലത്തിൽ പോയിട്ട്? നമ്മളൊരു 7:30 ആവും. അയ്യോ, അതിന് മുമ്പ് വരണമല്ലോ. എന്തു പറ്റി? കാരണം 1500 റബ്ബറുണ്ട്, അത് മൊത്തം വെട്ടണം. ഇനി രാത്രി ചെന്ന് ഷോൾട്ടർ വെട്ടാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാളെ പറഞ്ഞു വിട്ടച്ഛൻ. എല്ലാം നമുക്ക് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ടാ. എങ്ങോട്ടാ രണ്ടുപേരും കൂടെ? ഞങ്ങൾ അമ്പലത്തിൽ വരെ പോവാ അമ്മേ. അയ്യോ, ഇത്രയും ജോലി കിടക്കുമ്പം രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോന്നു? പണി നീയല്ല, ഇവൻ. ഇതമ്മ പണി ഏകദേശം തീർന്ന മാവിന്റെ മണ്ടക്കത്തെ വിശ്രം കൂടെ എടുത്ത് കളഞ്ഞാൽ മതി. ബാക്കി എല്ലാം കംപ്ലീറ്റ് ആക്കി ഞാൻ. എന്ന് വെച്ചാൽ എന്തുവാ, ഇവിടെ ഒരുപാട് ജോലി ഇനിയും കിടക്കുവാങ്ങ്. ഇത് പെണ്ണേ, നിനക്ക് അമ്പലത്തിൽ പോകാൻ മുട്ടിയിരിക്കുവാന്നോ? എനിക്ക് നിർബന്ധമില്ല, പോയാ. എന്നൊരു കാര്യം ചെയ്, നീ പോ, അവനിവിടെ നിന്ന് ജോലി ചെയ്യട്ടെ. നീ എന്തായി പറയുന്നത്? എല്ലാവരും അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. ആ മോനെ, നിങ്ങൾ കാറല്ലേ പോകുന്നത്? കാറ് മൊത്തം പൊടി പിടിച്ച് അഴുക്ക് പിടിച്ച് കിടക്കുക. അത് ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്ക്, എന്നിട്ട് അമ്പലത്തിൽ പോകും. ഇല്ലേ നാണക്കേട് നിങ്ങൾക്കാ. എനിക്ക് അറിയാച്ചാ, കഴുകാനുള്ള തുണി ഞാൻ ഇവിടെ കരുതിയിട്ടുണ്ട്. കഴുകിക്കൊണ്ടേ പോകത്തുള്ളൂ. എനിക്കറിയാമല്ലോ പണിയൊക്കെ. നൈസ് ഗേ. ഒരു കാര്യം ചെയ്യ്, വണ്ടി കഴുകിയിട്. നാളെ നമുക്ക് എല്ലാവർക്കും കൂടെ അമ്പലത്തിൽ പോവാം. എന്താ? അച്ഛൻ്റെ 5-6 ഷർട്ട് കൂടെ തേച്ചിട്ടോ, മാച്ച് ചെയ്ത മുണ്ടിനൊപ്പ് ഇടാമല്ലോ. ഞാൻ എന്നാൽ പോയാൽ വണ്ടിയൊക്കെ കഴുകിയിട്ട് സ്കൂട്ടർ ഇടാൻ കഴുകി വെക്കാം. ചിലപ്പോൾ അത് കാരണമാവില്ല. എൻ്റെ ഒരു 3 ചുരിദാറുകളുണ്ട്, അതുകൂടെ ഞാൻ തരാം. വണ്ടിക്കകത്ത് കുത്താനുള്ള പ്ലഗ് ഉണ്ടോ? അവനെ അവിടെ വെച്ചങ്ങ് തേക്കാം. അല്ല, അത് കഴിഞ്ഞിട്ട്. What happened, son? Nothing, Papa. ജീവിതത്തിൽ അധ്വാനിക്കേണ്ട പ്രായത്തിൽ അധ്വാനിക്കണം. നോക്കൂ, ഇതെല്ലാം ഞാൻ എൻ്റെ ആയക്കാലത്ത് അധ്വാനിച്ച എന്ന് വെച്ചാൽ ഇതെല്ലാം എൻ്റെ മോളെ കെട്ടുന്നവനുള്ളതാണ്. പപ്പയ്ക്ക് ഇത്രയും വസ്തുക്കൾ മാത്രമേ ഉള്ളൂ? നെവർ. ഇനിയുമുണ്ട്. എന്തൊക്കെ? സ്വന്തമായി ഒരു കൂപ്പ് തടി ഫാക്ടറി ഉണ്ട്. ഈ തടിയുടെ ബിസിനസ് അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ അച്ഛാ? ഉണ്ട്. 2 ഏക്കർ ഇഞ്ചി കൃഷി. What happened? നാട് കയറി വിലങ്ങി അച്ഛാ. ഇഞ്ചി കൃഷിയും കൂടെ അല്ലേ ഉള്ളൂ. തീർന്നില്ല, 5 ഏക്കർ റബ്ബറും തോട്ടം. What happened? ഈ റബ്ബറും തോട്ടത്തിൽ ഭയങ്കര കൊതുക് അച്ഛാ, ഉറക്കവും കിട്ടുന്നില്ല അങ്ങോട്ട്. അപ്പൊ 1000 റബ്ബറിന്റെ 500 ഷീറ്റ് അടിക്കുമ്പോഴോ? What happened to your backbone? അച്ഛാ, ഒരു മനുഷ്യായുസ് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ജോലിയൊക്കെ അല്ലേ ചെയ്യാൻ പറ്റും. എല്ലാം എൻ്റെ മോളെ കെട്ടുന്നതിന് വേണ്ടി ഉള്ളതാ. സൂപ്പർമാൻ. പറയുന്ന
ഗുഡ് മോർണിംഗ് സൺ. ഗുഡ് മോർണിംഗ് പാപ്പ. പതിവ് കോഫി കിട്ടിയില്ല? തുടച്ചിട്ട് പോരെ പാപ്പ? യെസ് യെസ്. വരുൺ ധവാൻ എന്താ? എനിക്ക് അവളെ ഒന്ന് കാണണം, സംസാരിക്കണം. വിളിക്കാം. പല്ലവി, പല്ലവി. ഡാഡി. പല്ലവി, വരുൺ എന്തോ എന്നോട് സംസാരിക്കാനുണ്ടെന്ന്. ആരേത്? എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് എന്നെ വേണ്ടെന്ന് പറഞ്ഞ പയ്യനില്ലേ, അയാളാ. എനിക്കൊന്നും സംസാരിക്കാനില്ല ഡാഡി. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് സംസാരിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? എന്തേലും സംസാരിക്കണ്ടേ? അവൻ എന്തെങ്കിലും നിന്നോട് പറയാൻ കാണും. എന്താ നിന്റെ തീരുമാനം? ഡാഡി ഇത്രയും പറഞ്ഞതല്ലേ, അപ്പം എന്തെങ്കിലും സംസാരിച്ചേക്കാം. വരുൺ കൂടെ പോകൂ. മോളെ, നിങ്ങൾ മോളി റൂമിൽ നിന്ന് സംസാരിക്കേ, വേറെ ആരും കേൾക്കണ്ട. അതിന് താക്കോലില്ലല്ലോ പാപ്പ. താക്കോലില്ലെങ്കിലും ഒന്നിനും പൂട്ടില്ലല്ലോ, അതുകൊണ്ട് തുറക്കാമല്ലോ. ചെല്ലു. ചെറുപ്പം മുതലേ കളിച്ചു വളർന്നവരല്ലേ, എന്തെങ്കിലും കാര്യമായിട്ട് പറയാൻ കാണും. ചെല്ലു. ജീവിതത്തിൽ ചിലത് കാണണം, ചിലത് കാണാനേ പാടില്ല, ചിലടത്ത് എത്തി നോക്കാനും പാടില്ല. ഓക്കെ, ഡു യുവർ ഡ്യൂട്ടി ആൻഡ് മേക്ക് സം കോഫി. നിങ്ങൾ ഇതെന്തോ ഭാവിച്ച മനുഷ്യനെ, ഇവനോട് ഇത്രയും സ്നേഹം നിങ്ങൾ കാണിക്കാനേ. ഞാനൊന്നും കണ്ടില്ല കേട്ടില്ലെന്നും പറഞ്ഞുകൊണ്ടൊന്നും ഇരിക്കുവല്ലേ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. കേട്ടല്ലോ പറഞ്ഞത്? നീ ചൂടാവാതെ, നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നമ്മളെല്ലാ വർഷവും വെക്കേഷൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തിനു വേണ്ടി? നമ്മൾ നമ്മുടെ വീട് വൃത്തിയാക്കാനും പിന്നെ നാട്ടുകാരെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചാ വരുന്നത്. എക്സാക്ട്ലി. എല്ലാ വർഷവും ഈ വീട് വൃത്തിയാക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചെലവാകുന്നുണ്ടോ? നല്ല രീതിയിൽ ചെലവാകുന്നുണ്ട്. പിന്നെ ചുമ്മാ ആൾക്കാർ വന്ന് പണിയെടുത്തിട്ട് പോവോ? ദാറ്റ്സ് ദ പോയിന്റ്. ഈ വർഷം എന്തെങ്കിലും നയാ പൈസ ചെലവായോ? ഇല്ല. അതങ്ങനെ, അവനല്ലേ പണിയെല്ലാം ചെയ്യുന്നത്. അതാണ് കാര്യം. അവനെ ഇവിടെ ഞാൻ നിർത്തിയത് ഈ വീട് വൃത്തിയാക്കാൻ വേണ്ടിയാണ്, അല്ലാതെ എൻ്റെ മോളെ കെട്ടിച്ചൊടുക്കാൻ വേണ്ടിയല്ല. അപ്പൊ അവളോ? അവന് എങ്ങനെ തേക്കണമെന്ന് എൻ്റെ മോക്ക് നന്നായിട്ട് അറിയാം. ആ കാര്യത്തിൽ അവളെ ആരും പഠിപ്പിക്കണ്ട. അത് ശരി. That's the point. ഓഹോ, അപ്പം ഇതിന് വേണ്ടിയിട്ടായിരുന്നല്ലേ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. ആഹാ, നീ എപ്പോഴിഞ്ഞെത്തി? അമ്മാമ, എന്തുവാടാ നീ വലിയ ഗമയും പറഞ്ഞോണ്ടല്ലയോ പോയോ? കോടീശ്വരനായിട്ടേ വരത്തുള്ളൂ, അമ്മൂമ്മയുടെ വീടൊക്കെ മോശമാണെന്നും പറഞ്ഞൊക്കെ അല്ലയോ പോയത്. എന്നിട്ടിപ്പോൾ എന്താ ഒരു പിച്ചക്കാരൻ്റെ കൂട്ട് വന്നേക്കുന്നേ? എന്തോ പറ്റി മോനെ? അമ്മൂമ്മേ, എനിക്ക് വയ്യ അമ്മമ്മേ. ഞാൻ കുറേ അനുഭവിച്ചു. അവർക്ക് ആവശ്യം ഒരു പുറം പണിക്കാരനെയായിരുന്നു. എന്നെ കൊണ്ട് ജോലി മൊത്തം അവർ ചെയ്യിപ്പിച്ചു. ജോലി തീർന്നപ്പോൾ എന്നെ പൂ പറിക്കുന്ന പോലെ എടുത്ത് കളഞ്ഞു. ആ, സാരമല്ല. നിനക്ക് വിശക്കുന്നുണ്ടോടോ ചെറുക്കാ? എന്നാടാ എല്ലാം കഴിക്കേ. നീ വിശന്ന് തളർന്ന് വന്നേക്കുമല്ലയോ? എങ്ങാണ്ടെല്ലാം പോയേച്ചേക്കും. ചോറും കൊഞ്ചിയമ്മന്തിയേ ഉള്ളൂ മോൻ, അത് ഉള്ളത് കൂട്ടി കഴിക്കിപ്പം. അമ്മമ്മേ, നമ്മൾ വിചാരിക്കും നമ്മളെ ചിരിച്ചു കാണിക്കുന്നവർക്ക് എല്ലാവർക്കും നമ്മളോട് സ്നേഹമാണ്. അതല്ല. ഞാൻ വിചാരിച്ച് പണക്കാരുടെ വീട്ടിൽ മാത്രമേ സന്തോഷമുള്ളത്. അതുമല്ല. അമ്മൂമ്മ ഉണ്ടാക്കി തരുന്ന ഈ ചോറും കൊഞ്ചിയമ്മന്തി ഈ കൂരയുടെ കീഴിയിരുന്ന് കഴിക്കുന്നത് തന്നെ അമ്മൂമ്മയെ സന്തോഷം. ഇത് തന്നെ അമ്മൂമ്മയെ സ്വർഗം, നമ്മുടെ സ്വർഗം. നീ വിഷമിക്കേണ്ട, ആഹാരം കഴിച്ചു. നല്ലൊരു ഭാവി ഉണ്ടാവും. ഇന്നല്ലേ നാളെ ആയാലും നല്ലതായിട്ട് വരും മോനെ. വിഷമിക്കാതെ ചോറ് കഴിക്കിപ്പോൾ.